സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സുഡാനിലെ സേനയും വിമതരായ അർദ്ധസൈനിക വിഭാഗം RSFും തമ്മിലുള്ള പോരാട്ടത്തിൽ നിരവധി പേരാണ് മരിച്ചത്. ഏറ്റവും ഒടുവിൽ വടക്കൻ കോർഡോഫൻ പ്രവിശ്യയിലെ എൽ ഒബൈദിൽ RSF 40 പേരെ വധിച്ചു. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിഗുരുതരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. കൊടും പട്ടിണിയിലാണ് സുഡാനിലെ ജനങ്ങൾ. അതിദാരിദ്ര്യവും കലാപവും സുഡാനിലെ ജനങ്ങളുടെ ജീവനെടുക്കുകയാണ്. കോർഡോഫൻ പ്രവിശ്യയിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഏതാനും ദിവസങ്ങളായി മേഖല അതിഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് UN പറയുന്നു. കോർഡോഫൻ ദാർഫൂർ മേഖലയിലാണിപ്പോൾ സംഘർഷവും ദുരിതവും അതിരൂക്ഷമായി തുടരുന്നത്. RSF ശക്തമായ വ്യോമാക്രമണമാണ് ഇവിടെ നടത്തുന്നത്. ദാർഫൂരിലെ സൈനിക കേന്ദ്രം RSF പിടിച്ചെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 വർഷമായി സുഡാനിൽ സർക്കാർ സേനയും RSFും പോരാട്ടം തുടരുന്നു. ഇതുവരെ 40,000-ത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ സമാധാന ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ തുർക്കിയെയും ഖത്തറിനെയും ഉൾപ്പെടുത്തണമെന്ന് സുഡാൻ നിർദ്ദേശിച്ചു. ഇന്തോനേഷ്യയിലെ സുഡാൻ അംബാസിഡർ യാസിർ മുഹമ്മദ് അലി ബുധനാഴ്ച ജക്കാർത്തയിൽ ഒരു അഭിമുഖത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. സമാധാന ചർച്ചയ്ക്കായി തുർക്കി, ഖത്തർ എന്നീ മറ്റ് മധ്യസ്ഥരെയും ഉൾപ്പെടുത്തണം. സുഡാൻ സർക്കാരിൻ്റെ നിർദ്ദേശമാണിതെന്നും അലി പറഞ്ഞു. സുഡാനിൽ സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക, ഈജിപ്റ്റ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ചർച്ചകളിൽ തുർക്കിയെയും ഖത്തറിനെയും ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം സുഡാൻ മുന്നോട്ട് വച്ചത്. സൗദി അറേബ്യയും ഈജിപ്തിനെയും വിശ്വസ്തരായ പങ്കാളികളായി സുഡാൻ കണക്കാക്കുന്നു. എൽ ഫാഷറിലും മറ്റ് പ്രദേശങ്ങളിലും സൈന്യത്തിനെതിരെ പോരാടുകയും സാധാരണക്കാരെ കൊല്ലുകയും ചെയ്യുന്ന RSFനെ പിന്തുണയ്ക്കാൻ UAE അനുവദിച്ചത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണെന്നും അലി പറഞ്ഞു. സുഡാൻ സർക്കാരിനും ജനങ്ങൾക്കും സ്വീകാര്യമല്ലാത്ത വെടിനിർത്തൽ നിബന്ധനകൾ USഉം UAE മുന്നോട്ട് വച്ചതായി അദ്ദേഹം ആരോപിച്ചു. അതിനാലാണ് കൂടുതൽ മധ്യസ്ഥരെ ഉൾപ്പെടുത്താൻ സുഡാൻ നിർദ്ദേശിച്ചത്. എന്നാൽ ചില രാജ്യങ്ങൾ സുഡാൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ മടിക്കുന്നതായി അലി പറഞ്ഞു. സുഡാനിൽ 2023 തുടങ്ങിയ ആഭ്യന്തര കലാപം രാജ്യത്ത് കത്തിപ്പടരുകയാണ്. സുഡാൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന RSFും തമ്മിലാണ് ഏറ്റുമുട്ടൽ. സുഡാൻ കരസേനയുടെ ശക്തി കേന്ദ്രമായിരുന്ന എൽ ഫാഷർ നഗരം RSF പിടിച്ചെടുത്തു. ഇതോടെയാണ് കലാപം അതിതീവ്രമായത്. 2023 ഏപ്രിൽ മുതൽ 12 ലക്ഷത്തിലധികം ആളുകളാണ് സുഡാനിൽ നിന്ന് പലായനം ചെയ്തത്. സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. ലൈംഗിക അതിക്രമം, വംശീയ ഉന്മൂലനം എന്നിവയും നടത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായതോടെ രാജ്യം പട്ടിണിയിലാണ്. രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നു. സുഡാനിലെ എൽ ഫാഷർ നഗരം പിടിച്ചെടുത്ത അർദ്ധസൈനിക വിഭാഗം കൂട്ടക്കൊല നടത്തി. ആസൂത്രിതമായ കൂട്ടക്കൊലയാണ് അരങ്ങേറുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്.